ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി കിം യോങ് ഹ്യൂൻ രാജിവെച്ചിരിക്കുകയാണ്. രാജി അംഗീകരിച്ചതായി പ്രസിഡന്റ് യൂൻ സുക് യോൾ അറിയിച്ചു. പട്ടാള ഭരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ തുടർന്നാണ് രാജി. സൗദി അറേബ്യയിലെ അംബാസിഡർ ചോയ് ബ്യോങ് ഹ്യൂക്കിനെ പുതിയ പ്രതിരോധ മന്ത്രിയായി നാമനിർദ്ദേശം ചെയ്തതായി പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു. ഇതിനിടെ ഭരണ പ്രതിസന്ധി മറികടക്കാൻ പട്ടാള ഭരണം ഏർപ്പെടുത്തിയ പ്രസിഡന്റ് യൂൻ സുക് യോളിനെ പുറത്താക്കാൻ ഇംപീച്ച്മെന്റ് നീക്കവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. പട്ടാള ഭരണം ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. തുടർന്ന് 6 മണിക്കൂറിനുള്ളിൽ പ്രസിഡന്റ് സൈനിക നിയമം പിൻവലിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രസിഡന്റിനെതിരെ അടിയന്തര ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചത്. 300 അംഗ പാർലമെന്റിൽ മുഖ്യ പ്രതിപക്ഷവും ചെറു കക്ഷികളും ചേർന്ന് 192 അംഗങ്ങളാണുള്ളത്. ഭരണകക്ഷിയിലെ ചില അംഗങ്ങളും പ്രതിപക്ഷ നീക്കത്തെ പിന്തുണയ്ക്കുന്നതായി റിപ്പോർട്ടുകളിലുണ്ട്. പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകണമെങ്കിൽ പാർലമെന്റിൽ 2/3 അംഗങ്ങളുടെയും ഭരണഘടനാ ബെഞ്ചിൽ 6 ജഡ്ജിമാരുടെയും പിന്തുണ വേണം. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.